കടുവ വലിയ ശല്യക്കാരനാണ്. വീണ്ടും പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. വനംവകുപ്പിന്റെ തിരച്ചിൽ തുടരുന്നതിനിടെ പുൽപ്പള്ളി അമരക്കുനിയിൽ വീണ്ടും കടുവ ആക്രമണം. കൂട്ടിൽ കെട്ടിയ ആടിനെ കടുവ കൊന്നുവെന്ന വാർത്തയാണ് രാവിലെ വരുന്നത്. വനംവകുപ്പ് കടുവയ്ക്കായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനപാലകർ. സുർജിത് അയ്യപ്പത്താണ് ചേരുന്നത്. സുർജിത്, ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കടുവയ്ക്കായുള്ള തെരച്ചിൽ അങ്ങനെ പുരോഗമിക്കുന്നു. രാത്രിയും തെരച്ചിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. ഇന്നലെ ആ ഒരു നാട്ടുകാരിൽ ഒരു ചേച്ചി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇതിപ്പോ നടന്നില്ല, ഈ ദൗത്യം നടന്നില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരങ്ങ് ഇറങ്ങും, കാരണം ഞങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണെന്ന്. ഇതിപ്പോ വീണ്ടും ഈ കടുവ ഒരു മൃഗത്തെ കൂടെ, വളർത്തുമൃഗത്തെ കൂടി കൊല്ലുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആശങ്ക കൂടുന്നു. ഇന്നിപ്പോൾ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ? ക്രിസ്റ്റീന, ഇത് മൂന്നാമത്തെ മൃഗത്തെയാണ് ഈ കടുവ ആക്രമിക്കുന്നത്. ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അമരക്കുനിക്കും ദേവർഗദ്ദയ്ക്കും സമീപത്താണ്. കൂട്ടിൽ കെട്ടിയ ആടിനെയാണ് കടുവ കൊന്നിരിക്കുന്നത്. കേശവൻ നേടിയ കാലയിൽ എന്ന ആളുടെ ആടിനെയാണ് ഇന്ന് പുലർച്ചെ കൊന്നത്. അമരക്കുനിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ പ്രദേശം. ഇവിടെ കടുവ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കടുവയെ ജനങ്ങൾ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. കടുവയ്ക്കായി വനംവകുപ്പിന്റെ ടീമുകൾ തെരച്ചിൽ നടത്തുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. കാപ്പിസെറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതായത് കാപ്പിസെറ്റ്, അതോടൊപ്പം തന്നെ ഇതിനടുത്തുള്ള ഈ അമരക്കുനിക്ക് അടുത്തുള്ള പ്രദേശമാണ് തുപ്ര, അമരക്കുനി. ഈ മേഖലയിലെല്ലാം തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് വനംവകുപ്പിന്റെ നിർദ്ദേശം. ഈ റോഡിൽ തന്നെ രാവിലെ തന്നെ ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വനപാലകർ ഉള്ളത്. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ടീം രാവിലെ തന്നെ അവിടേക്ക് എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതിനുശേഷം മറ്റു നടപടികളിലേക്ക് കടക്കും. ഡ്രോൺ നിരീക്ഷണം അടക്കം നടത്തിയതായിരുന്നു. പക്ഷേ ഇന്നലെ അങ്ങനെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് പുലർച്ചെയാണ് വീണ്ടും ഒരു ആടിനെ കൂടി കടുവ കൊന്നിരിക്കുന്നത്. ഈ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ മൂന്നാമത്തെ കടുവയാണ്. ആദ്യം കൊന്നത് പാപ്പച്ചൻ എന്ന ജോസഫിന്റെ ആടിനെ കൊന്നു. മൂന്നാമത്തെ ആടിനെയാണ് കൊല്ലുന്നത്. അതിനുശേഷം പിന്നീട് ഈ അമരക്കുനി ജംഗ്ഷനിൽ തന്നെയുള്ള പള്ളിക്ക് സമീപമുള്ള രതികുമാർ എന്ന ആളുടെ ആടിനെയും കൊന്നു. ഇപ്പോഴിതാ കേശവൻ എന്ന് പറയുന്ന ആളുടെ ആടിനെയും കൊന്നിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. സീതാ ക്രിസ്റ്റീന. സുർജിത, അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ, അവരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ഇനി ഈ കാര്യത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് ഇറങ്ങുകയാണ് എന്ന്. അപ്പോൾ നാട്ടുകാരുടെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണ്? ഇന്നു മുതൽ ഏത് രീതിയിലായിരിക്കും അത്തരം കാര്യങ്ങൾ? ഇന്ന് രാവിലെ മുതൽ വനംവകുപ്പ് പുനരാരംഭിക്കുന്നുണ്ട്. കാരണം ഈ കടുവയുടെ സാന്നിധ്യം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് കൃത്യമായി വനംവകുപ്പിന് ബോധ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ആ തിരച്ചിൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും കടുവ, ഈ മേഖലയുടെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ആ മേഖലയിൽ മൊത്തം കാപ്പിച്ചെടികൾ, കാപ്പിത്തോട്ടങ്ങളൊക്കെയുള്ള പ്രദേശമാണ്. അത് തന്നെയാണ് ഈ തെരച്ചിലിനെ വിഘാതമായി ബാധിക്കുന്നത്. അത് മാത്രമല്ല, ആ പ്രദേശത്തെ ഒരു ഭൂമിശാസ്ത്രം, തൊട്ടപ്പുറത്ത് വനമാണ്. ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാത്രം അകലെ വനമാണ്. അത് വയനാട് വൈൽഡ് ലൈഫിന്റെ ഭാഗമായ വനപ്രദേശമാണ്. അതിനപ്പുറം ബന്ദിപ്പൂർ വനമേഖലയാണ്. സ്വാഭാവികമായും കടുവ അങ്ങോട്ട് വലിയാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വനംവകുപ്പിന്റെ തെരച്ചിൽ വളരെ സജീവമായി നടക്കുമ്പോഴും ഇതിനിടയിൽ ഒരു കാറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ക്യാമറ ട്രാപ്പിലടക്കം സൈറ്റ് ചെയ്തത് 9-ാം തീയതിയാണ്. അതിനുശേഷം കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നതുമല്ല. പക്ഷേ ഇന്നലെ വീണ്ടും കടുവ എത്തിയിരിക്കുന്നു. ആ കടുവ എത്തി ഒരു ആടിനെ കൂടി കൊല്ലുന്ന നില ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. അവർ ഏത് രീതിയിലാണ് ഇനി ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരണം. വനംവകുപ്പുകാർ അവിടെയുണ്ട്. അവർ ജാഗരൂകരായി തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്മിത ക്രിസ്റ്റീന. ശരി സുർജിത്ത്, ഏതായാലും ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ. കാരണം നമ്മൾ ഈ പുറത്തുനിന്ന് പറയുന്നത് പോലെയോ കാണുന്നത് പോലെയല്ല. നമ്മുടെ പ്രേക്ഷകർ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നും ഈ കടുവ വാർത്തയേ ഉള്ളൂ എന്ന്. എന്താ ഈ പറയണേ? അവിടെയുള്ളവരുടെ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല, പണിക്ക് പോകാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോകാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാനേ പറ്റാത്തൊരവസ്ഥ. എന്തൊരു ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയാണത്. ആ അവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാകട്ടെ.